നെക്സ്റ്റ് ടോപ്പിക് ഈസ് പാർഷ്യൽ ഫ്രാക്ഷൻസ്. പാർഷ്യൽ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ബൈ പോളിനോമിയൽ. ഇതിനെ നമ്മൾ ചെറിയ ചെറിയ ഫങ്ഷൻസ് ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും, ചെറിയ ചെറിയ ഫ്രാക്ഷൻസുകളായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതാണ് പാർഷ്യൽ ഫ്രാക്ഷൻസ്. ഈ ചെറിയ ചെറിയ ഫ്രാക്ഷൻസുകളിൽ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻസ് എന്നാണ് പറയുക. അപ്പോൾ വലിയൊരു ഫ്രാക്ഷൻ വരും, എക്സ് സ്ക്വയറും എക്സ് ക്യൂബും ഒക്കെ ഉള്ള അടങ്ങിയിട്ടുള്ള പോളിനോമിയൽ ബൈ പോളിനോമിയൽ. റൂട്ടൊന്നും അവിടെ ഉണ്ടാവില്ല. പോളിനോമിയൽ ബൈ പോളിനോമിയൽ ലൈക്ക് എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് അങ്ങനെ അതൊക്കെ ഉൾക്കൊള്ളുന്ന എക്സ്പ്രഷനാണല്ലോ പോളിനോമിയൽ. പോളിനോമിയൽ ബൈ പോളിനോമിയൽ ആ ഫോമിലുള്ള ഫങ്ഷൻസുകൾ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം. അതിനെ ചെറിയ ചെറിയ ഫ്രാക്ഷൻസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വളരെ ചെറിയ ആൾക്കാരാവും, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതാണ് പാർഷ്യൽ ഫ്രാക്ഷൻസ്. അതൊരു 5 ടൈപ്പ് ഉണ്ട്. ആ 5 ടൈപ്പും പഠിച്ചു വെക്കണം. ഇപ്പം നമ്മൾ 2 ടൈപ്പ് ഇപ്പോൾ പഠിക്കുന്നു, അതിൻ്റെ ബേസിലുള്ള പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ഇതാണ്, ബൈ ഹാർട്ടാക്കി വെക്കണേ. പി എക്സ് പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. അതായത് താഴെ ഫാക്ടറൈസ്ഡ് ഫോം ആയിരിക്കണം കേട്ടോ. ഇതേപോലെ ചെറിയ ചെറിയ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ ആദ്യം തന്നെ ഒരു കാര്യം മറന്നു പോകരുത്, ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ഫോമിലായിരിക്കണം, നിർബന്ധമാണ്. അങ്ങനെ തന്നിട്ടില്ല ക്വസ്റ്റ്യനെങ്കിൽ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ഫോമിൽ വന്നാൽ മാത്രമേ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പോളിനോമിയൽ ബൈ പോളിനോമിയൽ തന്നെയല്ലേ ഇത്? അതെ, പോളിനോമിയൽ ബൈ പോളിനോമിയൽ ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ഫോമിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ചെറിയ ചെറിയ ഫ്രാക്ഷൻസിൻ്റെ സമ്മായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ബൈ ഹാർട്ടാക്കുക. അതെങ്ങനെ വന്നു എന്നുള്ളതൊന്നും വേണ്ട. ഇതെന്ന് പറഞ്ഞാൽ എ ബൈ ഫസ്റ്റ് ഫാക്ടർ പ്ലസ് ബി ബൈ സെക്കൻഡ് ഫാക്ടർ എന്ന് എഴുതാം. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ബൈ ഹാർട്ടാക്കി വെച്ചാൽ മതി, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. എ ബൈ ഫസ്റ്റ് ഫാക്ടർ പ്ലസ് ബി ബൈ സെക്കൻഡ് ഫാക്ടർ എന്ന് എഴുതാൻ പറ്റും. ന്യൂമറേറ്റർ പരമാവധി എക്സിൻ്റെ ടേം വരെ വന്നാൽ മതി കേട്ടോ. എക്സ് സ്ക്വയറെന്നോ എക്സ് ക്യൂബെന്നോ വന്നാൽ ശരിയാവില്ലത്. ന്യൂമറേറ്റർ പരമാവധി എക്സ് വരെ വരാം, അല്ലെങ്കിൽ എക്സ് ഇല്ലാതെ വന്നാലും കുഴപ്പമില്ല. പക്ഷേ എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ന്യൂമറേറ്ററിൽ വരാൻ പാടില്ല. കൂടാതെ ഡിനോമിനേറ്ററിൽ എക്സിൻ്റെ ടേമിലുള്ള 2 ഫാക്ടേഴ്സും കാണണം. ഇതിൽ എയും ബിയും എന്തോ നമ്പറുകളാണ്, അത് പോസിറ്റീവോ നെഗറ്റീവോ എന്ത് വേണമെങ്കിലും ആവാം. നമ്മൾ എഴുതുമ്പോൾ നെഗറ്റീവായിട്ട് എഴുതിയെന്ന് മാത്രം, ഇതൊക്കെ പോസിറ്റീവ് ആവാം. അപ്പോൾ ന്യൂമറേറ്റർ പരമാവധി എക്സ് വരെ വരാൻ പാടുള്ളൂ. ഡിനോമിനേറ്റർ എക്സിൻ്റെ 2 ഫാക്ടേഴ്സാണുള്ളതെങ്കിൽ എ ബൈ ഫസ്റ്റ് ഫാക്ടർ പ്ലസ് ബി ബൈ സെക്കൻഡ് ഫാക്ടർ എന്ന് എഴുതാം. ബൈ ഹാർട്ടാക്കുക, ഒരെണ്ണം കൂടി പഠിക്കുക, എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അടുത്തത് വേറൊരു പോളിനോമിയൽ ബൈ പോളിനോമിയൽ അല്ലേ. ഇവിടെ ഡിനോമിനേറ്ററിൽ 3 ഫാക്ടേഴ്സ് ഉണ്ട്, എക്സിൻ്റെ 3 ടേമുകളുണ്ട്. ഇവിടെ ഇതൊക്കെ നെഗറ്റീവോ പോസിറ്റീവോ വരാം. അതായത് എക്സ് പ്ലസ് 1 എന്നോ എക്സ് മൈനസ് 2 എന്നോ എങ്ങനെ വേണമെങ്കിലും വരാം. ഡിനോമിനേറ്റർ എക്സിൻ്റെ ടേമിലുള്ള 3 ഫാക്ടേഴ്സാണുള്ളതെങ്കിൽ ഇതിനെങ്ങനെ എഴുതും? എ ബൈ ഫസ്റ്റ് ഫാക്ടർ പ്ലസ് ബി ബൈ സെക്കൻഡ് ഫാക്ടർ പ്ലസ് സി ബൈ തേർഡ് ഫാക്ടർ എന്ന് എഴുതാൻ പറ്റും. എയും ബിയും സിയും എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇവിടെ താഴെ എക്സിൻ്റെ 3 ടേമുകളാണുള്ളത് എങ്കിൽ ഇവിടെ ന്യൂമറേറ്റർ എക്സ് സ്ക്വയറിൽ കൂടുതൽ വരാൻ പാടില്ല. ഓർത്ത് വെച്ചാൽ മതി, ഇത് ബൈ ഹാർട്ടാക്കിയാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി.